ആയിരിക്കും നമ്മളോട് സംസാരിക്കുക. ഒരു 40 മിനിറ്റാണ് പ്രസന്റേഷൻ ഉണ്ടാവുക. പൂർണ്ണമായും കേൾക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത് നമ്മുടെ ആവശ്യമാണ്. അത് സംസാരിക്കുന്ന ആളിന്റെ ആവശ്യമല്ല, കേൾക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യമാണ് സാമ്പത്തികമായി ഉന്നതിയിലെത്തുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 5 വർഷമായിട്ട് മാർക്കറ്റിംഗ് ഫീൽഡിൽ നിന്ന് നല്ല ട്രെയിനിങ് സെഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കുന്ന പല ആളുകളും സാമ്പത്തികമായി സെറ്റിലായി എന്നത് ഇവിടെ പല കാരണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ടാകും. അത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയിക്കാം. നമ്മുടെ വിജയം നമ്മുടെ കയ്യിലാണ്. വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. അതുകൊണ്ട് പൂർണ്ണമായും കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഓക്കെ, സാമ്പത്തികം കയ്യിൽ വരണമെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. അതിന് നമുക്കൊരു ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റിലേക്ക് വരണമെങ്കിൽ പ്ലാനിങ് ഉണ്ടാകണം. അതായത് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാകണം. പ്ലാനിങ് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 1 വർഷത്തേക്കോ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. മിനിമം 5 വർഷമെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുക. അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് വരുന്ന 5 വർഷത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ളത് എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മളൊരു 5 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ചിന്തിച്ചു നോക്കാം. ഒന്നുകിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാകാം, അതല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹമാകാം, അതും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വീടോ വാഹനമാകാം. ഇതൊന്നും അല്ലെങ്കിൽ അവനവന്റെ സ്വന്തം ജീവിതത്തിന് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിലേക്ക് ഒരു കരുതൽ ഇപ്പോഴേ കരുതി വെച്ചാൽ നിങ്ങൾക്ക് 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പോ ഈ കാര്യങ്ങൾക്കൊക്കെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ ചിന്ത. അതായത് ഫൈനാൻഷ്യലായിട്ട് നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടാകണമെങ്കിൽ അതിനുള്ള ബേസ്മെന്റ് ഇട്ട് വെക്കുക. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പല ആളുകളുടെയും ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളതാണ്, എന്റെ അടക്കം. അതായത് ഒരു ദിവസം 1 ലക്ഷം രൂപ വേണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല, പക്ഷെ ഒരു നാളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, അവരവരുടെ ജീവിതത്തിന് വേണ്ടിയാണ്, അവരവരുടെ പ്ലാനിങ് ആണ്. നമ്മൾ ഓരോരുത്തരും അവനവൻ തീരുമാനിക്കണം. അപ്പൊ ദിവസം 1 ലക്ഷം രൂപ വേണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല, പക്ഷെ ഒരു നാളത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ആഗ്രഹം തീവ്രമായിരിക്കണം. ഇതിനാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. നിങ്ങൾ അതിശക്തമായി നിരന്തരം എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നോ അത് നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ആദ്യം പറഞ്ഞ 2 വാക്കുകൾ മറന്നേക്കുക. ഒരു കാരണവശാലും അതിനെക്കുറിച്ച് പറയാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക. പണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് ചിന്തിക്കുക. പണം വരാനുള്ള വഴികൾ, അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ആളുകളൊക്കെ നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സായാഹ്നത്തിൽ നമുക്കിവിടെ ഒത്തുചേരാനും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരം കിട്ടിയത്. നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ അറിയാവുന്നവരായിരിക്കും. പക്ഷെ മറ്റൊരാളിൽ നിന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷമെങ്കിലും അതിലേക്ക് കടക്കാൻ ഇടയാകും. അപ്പൊ പണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പണം വന്നു ചേരും. കടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കടം വന്നു കയറും. രോഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ രോഗിയായിട്ട് മാറും. പല ആളുകളും പറയും, എനിക്ക് അത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ്. പ്രശ്നം എന്ന വാക്കൊരിക്കലും പറയാതിരിക്കുക. നിങ്ങളുടെ പ്രശ്നം തീർന്നിട്ട് ഒരിക്കലും സമയം ഉണ്ടാകില്ല. അപ്പം പണത്തെക്കുറിച്ച് ചിന്തിക്കുക. പണം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത്? ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 3 മിനിറ്റ് സംസാരിക്കുക. അത് 3 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത്? കാരണം നമുക്കൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നത് വരുമാനത്തിന്റെ 30% നിക്ഷേപമായി മാറ്റിവെക്കണം. 30% വരെയാണ്, അതായത് 10 മുതൽ 30% വരെ. ഒരു ദിവസം ശരാശരി 1000 രൂപയെങ്കിലും വരുമാനമുള്ള ആളുകളുണ്ടാവും. ചിന്തിച്ചു നോക്കുക, അവനവൻ ചിന്തിക്കുക. ഇന്ന് കിട്ടിയ 1000 രൂപ നമുക്ക് മതിയാകുമോ അല്ലെങ്കിൽ മതിയായിട്ടുണ്ടോ? ഞാനിത് പറയാനുള്ള കാരണം, നാളെ 1000 രൂപ കിട്ടിയില്ലെങ്കിലും നമ്മൾ ജീവിക്കും. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. നാളെ 1000 രൂപ കിട്ടിയില്ലെങ്കിലും നമ്മൾ ജീവിക്കും. 10,000 കിട്ടിയാലും ജീവിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഒരു പോർഷൻ കൃത്യമായും നിക്ഷേപമായി മാറ്റിവെച്ചാൽ ബാക്കി ചിലവഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യം മാറ്റേണ്ടത്, വരുമാനത്തിൽ നിന്നും ആദ്യം മാറ്റേണ്ടത് നിക്ഷേപമായിരിക്കണം. ഒരു 10-30% മാറ്റിവെക്കുക. 1000 രൂപ കിട്ടിയാൽ മിനിമം 100 രൂപയോ 300 രൂപയോ അതിനുവേണ്ടി മാറ്റിവെക്കുക. ബാക്കി 700 ചെലവഴിക്കുക. ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, നാളെ വരുമാനം ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കുക. അതായത് ഈ 700 കിട്ടിയതേ ഉള്ളൂ എന്ന് നമ്മൾ കണക്കാക്കി നോക്കുക. അത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് നോക്കാം. ഒരിടത്ത് മാത്രം നിക്ഷേപിക്കാതിരിക്കുക. ചെറിയ നിക്ഷേപങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുക. കോമ്പൗണ്ടിങ് ചെയ്യാനായിട്ട് പഠിക്കുക. കോമ്പൗണ്ടിങ്ങിന്റെ പവറാണ് നമ്മളോട് നോക്കുന്നത്. വെറും 10,000 രൂപ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിശയമായിട്ട് തോന്നാം. വെറും 10,000 രൂപ 10% ലാഭം കിട്ടുന്ന ഏതെങ്കിലും ഒരു നിക്ഷേപ പദ്ധതിയിലോ ബിസിനസ്സിലോ നമ്മൾ നിക്ഷേപിക്കുന്നെങ്കിൽ 145 മാസം, അതായത് 12 വർഷം 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ലാഭം കിട്ടുന്ന രീതിയിലാണ് നിക്ഷേപിച്ചതെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ അത് 10 കോടി രൂപ ഉണ്ടാകും. എന്റെ കാൽക്കുലേറ്റർ എടുത്ത് നമുക്ക് കൂട്ടി നോക്കിയാൽ മതി. അതിന്റെ ഇടതുവശത്ത് അതിന് ചാർട്ട് കിടപ്പുണ്ട്.
അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത് കിട്ടുന്ന തുകയെ നമ്മൾ കോമ്പൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലേക്ക് നിക്ഷേപിക്കാനായിട്ട് കൂടി തയ്യാറാവുക അല്ലെങ്കിൽ പഠിക്കുക. അങ്ങനെ പഠിച്ചില്ല എങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. ഞാൻ പ്രശ്നം എന്ന് പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിച്ചോടെ പറയാനുള്ള കാരണം അത് എല്ലാവരും ഫേസ് ചെയ്യുന്നു. കാരണം 1920 ആകുമ്പോൾ ഒരു ജോയിന്റ് ഫാമിലിക്ക് 1 രൂപ മതി, അത് നാണയം പൈസയൊക്കെയാണുള്ളത്. 1940 ആയപ്പോഴത്തേക്ക് 10 രൂപയിലേക്ക് മാറി. 1960 അത് 100 രൂപയായി. 1980 ആയപ്പോ 1000 രൂപയായി. അത് 2000 ആയപ്പോ 10,000. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് 10,000 രൂപ കൊണ്ട് ഒരു മാസം കഴിയാവുന്ന അവസ്ഥയാണോ? അവനവന്റെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് ചിന്തിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നോക്കണ്ട, അവനവന്റെ ജീവിത സാഹചര്യം വെച്ച് നോക്കുക. 10,000 രൂപ കൊണ്ട് ഒരു മാസം, ഇപ്പൊ ഓണക്കാലമാണ്, 10,000 കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? 10,000 കൊണ്ട് എന്ത് വാങ്ങാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അതായത് ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 1,00,000 രൂപ വേണ്ടുന്ന അവസ്ഥയിലേക്ക് മാറി. അതായത് ഓരോ 20 വർഷം കഴിയുമ്പോഴും ഓരോ പൂജ്യം ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആദ്യകാലങ്ങളിൽ പറഞ്ഞപ്പോഴല്ലേ കേട്ടപ്പോഴൊക്കെ നമുക്കത് അത്ര അതിശയമായിട്ട് തോന്നി. 1,00,000 രൂപ വേണോ എന്ന്. സ്വർണ്ണത്തിന് 1,00,000 രൂപ പുറത്ത് ഒരു പവന് വേണ്ടി വരുന്നൊരു കാലമാണ്. അപ്പൊ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത്. വി നീഡ് പാസീവ് ഇൻകം. അതായത് ഒരു പാസീവ് ഇൻകം ഇല്ലാതെ, പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് ഇല്ലാതെ, നമ്മുടെ പ്രസൻസ് ഇല്ലാതെ നമുക്ക് ഒരു സ്ഥിര വരുമാനം അത് റെഗുലറായി കിട്ടണം. 2 വാക്കുകളാണ് ഞാൻ അതിൽ പറഞ്ഞത്. ഒന്ന് സ്ഥിര വരുമാനം, അത് എന്താണ്? നമുക്കൊരു പാസീവ് ഇൻകം റെഗുലറായി കിട്ടണം, സ്ഥിര വരുമാനമായി കിട്ടണം. പാസീവ് ഇൻകം ആയിരിക്കണം, നമ്മുടെ പ്രസൻസ് ഉണ്ടാകാൻ ഇടയാകരുത്. കാരണം നമുക്കിപ്പോ ഒരു 10 ദിവസത്തേക്ക് മാറിയിരിക്കേണ്ടി വന്നു, അല്ലെ ലീവ് എടുത്തിട്ട്, അല്ലെങ്കിൽ സുഖമില്ലാതെ കിടന്നുപോയി, ഇതൊന്നും വരുമാനത്തെ ബാധിക്കരുത്. അങ്ങനെ ബാധിക്കാത്ത ഒരു സോഴ്സ് കണ്ടെത്തിയാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റൂ. കാരണം നമ്മളിപ്പോ മറ്റെന്തെങ്കിലും പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ നമുക്ക് ഒരു 1, 2, 3, 4 അല്ലെ 10 ദിവസം ലീവ് എടുക്കേണ്ട സാഹചര്യം വന്നാൽ ഒരുപക്ഷെ വരുമാനം ഇല്ലാതായി പോവും. പ്രത്യേകിച്ച് ഹോസ്പിറ്റലൈസ് ആകുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ ലീവ് എടുക്കും, ചിലപ്പോൾ അന്ന് വരുമാനമില്ല. ഹോസ്പിറ്റലിൽ തന്നെ ചിലവാണ്. ആ ചെലവ് മീറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് മാറുന്നത്. അതേ സമയത്ത് നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മുടെ വരുമാനത്തെ അല്ലെങ്കിൽ ബാധിക്കില്ല. നമുക്ക് പാസീവ് ഇൻകം കിട്ടാൻ അല്ലെങ്കിൽ വരുമാനത്തിന്റെ മാർഗങ്ങൾ 2 ആണുള്ളത്. ഒന്ന്, നമ്മുടെ പ്രസൻസോട് കൂടി ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടുന്നത്, അതിനെ ലിമിറ്റഡ് ഇൻകം ആയിട്ടിരിക്കും. 2 എന്ന് പറയുന്നത് സ്മാർട്ട് വർക്കാണ്, അവിടെ അൺലിമിറ്റഡ് ഇൻകം ആണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അൺലിമിറ്റഡ് ഇൻകം കിട്ടാനുള്ള സോഴ്സ് ഉണ്ട്. അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്, മനഃശാസ്ത്രപരമായ ഒരു ഗെയിമാണ്. നേരത്തെ ഞാൻ ആവർത്തിച്ചിരുന്നു, ഒരു പ്രാവശ്യം കൂടെ പറയുന്നു. പണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പണം നമ്മളിലേക്ക് വരും. അതൊരു സൈക്കോളജിയാണ്. എങ്ങനെയാണ് നമ്മൾ പാസീവ് ഇൻകം കിട്ടുന്ന ധാരാളം മാർഗങ്ങളുണ്ട്. ഇന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ക്രിപ്റ്റോ മൈനിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ സബ്ജക്റ്റിലേക്ക് വരാം. എന്താണ് ക്രിപ്റ്റോ മൈനിങ്? പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ടോക്കൺസോ കോയിൻസോ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രിപ്റ്റോ മൈനിങ്. മുൻകാലങ്ങളിൽ, അതായത് ബിറ്റ്കോയിൻ ഒക്കെ മൈൻ ചെയ്തിരുന്ന സമയത്ത് പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ വേണമായിരുന്നു. അതുപോലെ തന്നെ ഹൈ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അത്രയും വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യണം. അതിന് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈൻ ചെയ്യാവുന്ന വളരെ സിമ്പിളായ രീതിയിലേക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞു. ആദ്യകാലങ്ങളിൽ BTC ഒക്കെ മൈൻ ചെയ്തിരുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ അതനുസരിച്ചുള്ള മൈനിങ് മെഷീനുകളോ അല്ലെങ്കിൽ മൈനിങ് ഫാമുകളോ ഒക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാം. ആദ്യകാലത്ത് ബിറ്റ്കോയിൻ മൈൻ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ട് $77,000 മുകളിലായി. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് $63,000 ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ ഇന്ന് $77,000 മാറി. $14,000 വ്യത്യാസം ഈ ഒരു ആഴ്ചയിൽ സംഭവിച്ചു. ഇതാണ് ക്രിപ്റ്റോ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എപ്പോ വേണമെങ്കിലും അതിന് വില കൂടാം, എപ്പോ വേണമെങ്കിലും വില കുറയാം. പക്ഷെ എപ്പോ വിൽക്കണം എന്ന് നമ്മുടെ തീരുമാനമാണ്. ഗോൾഡ് നിങ്ങൾ ഗോൾഡ് വാങ്ങി വെച്ചു. ഈ ഗോൾഡ് വാങ്ങി വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ പത്രം നോക്കാറില്ല, ഇതിന്റെ വില കൂടിയോ കുറഞ്ഞോ. എന്നാണോ നമുക്ക് ആവശ്യം, വിൽക്കേണ്ട ആവശ്യം വരുന്ന അന്ന് മാത്രം ചിന്തിക്കുക എന്നതുപോലെ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എപ്പോഴാണോ നമുക്ക് വിൽക്കാൻ അല്ലെ ആവശ്യമായി വരുന്ന ആ സമയത്ത് വിൽക്കുക. ഏതേറെ 1,600 കിടന്ന് 2,300 കൂടി. അങ്ങനെ എല്ലാ കറൻസികളുടെയും വിലകൾ കൂടി. ഇവിടെ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം മാത്രമാണ് ഇത് നമ്മളോട് പറഞ്ഞത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കോയിനുകളും ഒരു സമയത്ത് മൈനിങ് ഉണ്ടായിരുന്നു, മൈനിങ്ങിന്റെ അവസരം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കറിയാം ബിറ്റ്കോയിൻ ഒക്കെ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ നേടുന്ന അല്ലെങ്കിൽ മൈൻ ചെയ്ത് അല്ലെങ്കിൽ ആദ്യകാലത്ത് മൈൻ ചെയ്ത ആളുകൾക്ക് ഒരു ദിവസം കിട്ടുന്ന റിവാർഡ് ഏകദേശം 3 ബിറ്റ്കോയിൻ ആണ്. അതായത് ഏകദേശം 1,00,000 രൂപയോളം വില ഉണ്ടല്ലേ, 1 കോടിയോളം ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ദിവസത്തെ വരുമാനം 3 കോടി രൂപയാണ്.
ബിറ്റ്കോയിൻ ഏതാണ്ട് 1.25 ലക്ഷം രൂപ വരെ കയറിപ്പോയതാണ്, അല്ലെങ്കിൽ $1,26,000 വരെ എത്തിയതാണ്. ഏറ്റവും കൂടുതൽ മൈൻ ചെയ്ത് അല്ലെങ്കിൽ മൈനിങ്ങിൽ പങ്കെടുത്ത് റിവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു ദിവസം കിട്ടുന്നത് 3 ബിറ്റ്കോയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ വരുമാനം ഏകദേശം 3 കോടി രൂപയോളമാണ്. അപ്പൊ അത്തരത്തിൽ മൈൻ ചെയ്യാനുള്ള മുൻകാലങ്ങളിൽ അവസരം കിട്ടിയില്ല എങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത്തരത്തിലൊരു കോയിൻ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ പേരാണ് LMX. അപ്പൊ LMX കോയിൻ മൈൻ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സാമ്പത്തികമായി ഉന്നതിയിലെത്താം, നമ്മുടെ പ്രസൻസ് ഇല്ലാതെ എങ്ങനെ അവിടെ വരുമാനം നേടാൻ കഴിയും. എല്ലാവർക്കും ഫെമിലിയർ ഉള്ള സൊലാന ബ്ലോക്ക് ചെയിനിൽ അല്ലെങ്കിൽ ഒരു ലെയർ 1 പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആയ സൊലാന ബ്ലോക്ക് ചെയിനിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിലുപരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പാർട്ട് എന്ന് പറയുന്നത് ബിനാൻസിന്റെ ഓഡിറ്റ് പൂർത്തിയാക്കിയതാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. കാരണം ആയിരക്കണക്കിന് അല്ലെങ്കിൽ ധാരാളമായ കോയിൻസ് ഇന്നും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്നിനെ കുറിച്ച് ഒരുപക്ഷെ നമുക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാവത്തില്ല. ചിലതിൽ പോയി പണം ഇൻവെസ്റ്റ് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അവിടെ ഉണ്ടാകണമെന്ന് തന്നെ ഇല്ല. എന്നാൽ ഇവിടെ ബിനാൻസ് ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് തന്നിരിക്കുന്നു. അത് എന്താണെന്ന് നോക്കാം. എന്ത് റിപ്പോർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? LMX എന്ന് പറയുന്ന കോയിനെ കുറിച്ച്. അതിന്റെ കോൺട്രാക്ട് അഡ്രസ് നോക്കുമ്പോൾ അവിടെ സീറോ റിസ്ക് ആണ്. അവിടെ സീറോ റിസ്ക് ആണ്. കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സീറോ റിസ്ക് ആണ്. അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ, അതായത് അതിൽ യാതൊന്നും മോശമായി പറയാനില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് നോക്കുമ്പോൾ അതിന്റെ ട്രേഡിംഗ് റിസ്ക്, ഈ ഒരു കോയിൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്താൽ ഉണ്ടായേക്കാവുന്ന റിസ്കുകളാണ് പറയുന്നത്. അവിടെ സീറോ റിസ്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്കാം ആയി പോകാനുള്ള സാധ്യതയുണ്ടോ, നാളുകളിൽ ഈ സാധനം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിന്റെ റിസ്ക്കും സീറോയാണ്. കാരണം ഇത് ഒരു വിധത്തിലും സ്കാം ആയി പോവുകയോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള അതിനകത്ത് മാൽ പ്രാക്ടീസ് നടക്കാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ 100% സത്യസന്ധമായി അവിടെ അവര് മറുപടി പറഞ്ഞിട്ടുണ്ട്, റിസ്കുകളൊന്നും ഇല്ല എന്ന്. എന്നാൽ നമ്മൾ എക്സാമ്പിളിൽ വേറെ 1-2 കോയിനുകളെ നോക്കാം. SpaceX എന്ന് പറയുന്ന കോയിൻ നോക്കുമ്പോൾ അതിനകത്ത് ഒരു റിസ്ക് കാണിക്കുന്നുണ്ട്. അതായത് അത് ഫ്രീസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് ഫ്രീസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോഷനിൽ പറയുന്നത് IPO-യില് ട്രേഡിംഗ് റിസ്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് അതിന്റെ മെറ്റാഡേറ്റ മ്യൂട്ടബിൾ ആണ്. അതിന്റെ ഡേറ്റ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവർക്ക് കാണാൻ കഴിയുന്നില്ല. മറ്റൊരെണ്ണം നോക്കുമ്പോൾ എന്താണ്, BSP എന്ന് പറയുന്ന മറ്റൊരു കോയിനെ കുറിച്ച് നോക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നതിന്റെ അത് മെന്റബിൾ ആണ്, മെറ്റാഡേറ്റ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കോൺട്രാക്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ നാളെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് LMX-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റിസ്ക് സീറോയാണ്. അതുപോലെ തന്നെ മറ്റ് യാതൊരു വിധത്തിലുള്ള കോഷൻസും മുന്നറിയിപ്പ് തന്നിട്ടില്ല. ഇനി പല ആളുകളും ചോദിക്കുന്നത്, അപ്പൊ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് പല ആളുകളും വിളിക്കാറുണ്ട്. അവർ ചോദിക്കുന്നത്, സാർ ഇത് എവിടെ പോയിട്ടാണ് നോക്കുന്നത്? നമ്മൾ ബിനാൻസിൽ പോവുക, അവിടെ അതിന്റെ വാലറ്റ് എടുക്കുക, വാലറ്റിൽ പോയിട്ട് LMX കൊടുക്കുക. LMX കൊടുക്കുമ്പോൾ തൊട്ട് താഴെ LMX-ന്റെ തൊട്ട് താഴെ കാണുന്നുണ്ട് പ്രൈസ് ഇൻഫോ ഡേറ്റ ഓഡിറ്റ്. ഓഡിറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കാണാൻ പറ്റും. ഏതൊരു കോയിൻ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടുന്നത് ഓഡിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ, ഓഡിറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കുക. ഇന്ന് നിലവിൽ അതിന്റെ വില നോക്കുമ്പോൾ ഏകദേശം 10 രൂപയോളമാണ്. $0.1 ആണ്. അപ്പൊ ഏകദേശം 10 രൂപയോളം ആണ്. ബിനാൻസിൽ കൂടാതെ Get.io അതുപോലെ തന്നെ OKX എക്സ്ചേഞ്ചുകളിലൊക്കെ അതിന്റെ വാലറ്റുകളിൽ ലിസ്റ്റ് ചെയ്തതാണ്. ലിറ്റ്മൈസ് എന്നുള്ള പേരിലാണ് അതിനെ അറിയപ്പെടുക. LMX എന്ന ഷോർട്ട് ഫോമിൽ നമുക്കറിയാം. ബിറ്റ്കോയിനെ BTC എന്നറിയപ്പെടുന്നത് പോലെ ഇനി ഏറ്റവും പ്രത്യേകത ഇതിന്റെ ടോട്ടൽ സപ്ലൈ 1 ബില്യൺ മാത്രമാണ്. 1 ബില്യൺ മാത്രമാണ്. അതിൽ നിന്നും നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 150 മില്യൺ, അതായത് 15 കോടി മാത്രം. 100 കോടി കോയിനുകൾ ഉള്ളതിൽ 15 കോടി മാത്രമേ നമുക്ക് അവകാശപ്പെട്ടതായിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മൈൻ ചെയ്തെടുക്കാനുള്ള അവസരമുള്ളൂ. വെറും 15 കോടി മാത്രം. അപ്പൊ ഇവിടുത്തെ അവസരം വളരെ തുച്ഛമാണ് എന്ന് പറയേണ്ടി വരും, പരിമിതമാണ് എന്ന് പറയേണ്ടി വരും. നമുക്ക് ഇവിടുത്തെ അവസരം വളരെ പരിമിതമാണ്. ഇന്ന് ഈ ഒരു സൂമിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒരു കണക്കിന് പറഞ്ഞാൽ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ആരാണോ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരാണ് അതിനേക്കാൾ വലിയ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്ക് ഒരു ദിവസം മൈൻ ചെയ്ത് കിട്ടുന്ന കോയിനുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഫ്രീ മൈനിങ്ങിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു ദിവസം 9 കോയിൻ വീതം മൈൻ ചെയ്ത് വരുന്നുണ്ട്. അതായത് ഓരോ 8 മണിക്കൂർ കൂടുമ്പോഴും മൈനിങ് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ രണ്ടാമതിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. എന്നാൽ ഫ്രീ മൈനിങ്ങിന്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പെയ്ഡ് മൈനിങ്ങിലേക്ക് അല്ലെങ്കിൽ ആട്ടോ മൈനിങ്ങിലേക്ക്, ആട്ടോ എന്ന വാക്ക് തന്നെ നമുക്കറിയാം,
ആട്ടോ മൈനിങ്ങിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറാം. അത് അവരവരുടെ താല്പര്യമാണ്. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വ്യത്യാസമായി വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് കിട്ടുന്നത്. ഒന്ന്, ഓരോ 8 മണിക്കൂർ കൂടുമ്പോഴും ഇതിനെ റീസ്റ്റാർട്ട് ചെയ്യേണ്ട. അതാണ് ആട്ടോ മൈനിങ്, തനിയെ മൈൻ ചെയ്തോളും. ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ്, അവിടെ ഓരോ മൈനിങ് സെഷനിലും 3 ടോക്കൺ വീതം കിട്ടുമ്പോൾ ഇവിടെ 5 ടോക്കൺ ആയിരിക്കും കിട്ടുക. ഒരു ദിവസം 15 ടോക്കൺ കിട്ടും. ഫ്രീ മൈനിങ്ങിൽ വരുന്ന ആളുകൾ ഒരുപക്ഷെ സമയം മറന്നുപോയാൽ നമുക്ക് അന്നത്തെ അല്ലെങ്കിൽ അത്രയും സമയം വേസ്റ്റ് ആകും. ആ സമയം നമുക്ക് മൈനിങ് നടക്കില്ല. എന്നാൽ ഇവിടെ ആട്ടോ മൈനിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ 24 ഹവറും മൈനിങ് നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രത്യേകിച്ചൊന്നും അറിയേണ്ടതായിട്ടില്ല. ഇനി എങ്ങനെയൊക്കെയാണ് ഇതിന്റെ മൈനിങ്ങിലേക്ക് പങ്കെടുക്കാൻ കഴിയുന്നത്, എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്നത് എന്ന കാര്യങ്ങളൊക്കെ നോക്കാം. നിലവിൽ ഏകദേശം 6 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ 6,40,00,000 മുകളിൽ മൈനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു. ഏതാണ്ട് 42% മൈനിങ് പൂർത്തിയാക്കി. അപ്പോ നമ്മൾ നോക്കുക, 42% എന്ന് പറയുമ്പോൾ 50% അടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി എത്രയേ ഉള്ളൂ? 50% അല്ലെങ്കിൽ 50% തൊട്ടടുത്താണ്. മാത്രമല്ല ഒരു ദിവസം 6 ലക്ഷത്തിലധികം കോയിൻ മൈനിങ്ങിലേക്ക് നടക്കുന്നു. അപ്പൊ അതിനർത്ഥം എന്താണ്? 6,40,00,000 എന്ന് പറയുന്നത് 6,50,00,000 ആകാൻ ഏതാണ്ട് നാളെ മറ്റന്നാൾ ആകുമ്പോഴത്തേക്ക് 2 ദിവസം കഴിയുമ്പോൾ 6.5 കോടി എത്തി. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 2, 3, 4, 5 ദിവസം കഴിയുമ്പോൾ 50% അല്ലെങ്കിൽ ഈ വരുന്ന ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും 50% പിന്നിട്ട് കഴിയുകയും നമുക്ക് കിട്ടേണ്ടതായ അവസരം 50% കഴിയുന്നു എന്നർത്ഥം. വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. മാത്രമല്ല 69,000-ലധികം ആളുകൾ ഇന്ന് മൈനിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 69,000-ലധികം ആളുകൾ നിലവിൽ മൈനിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് 800 മുതൽ 1000 വരെ ആളുകൾ പുതുതായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അതിൽ നമുക്ക് ഉണ്ടാകാവുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും? രണ്ടും സംഭവിക്കാം. 10 രൂപയാണ് ഇന്ന് വില എന്ന് പറയുന്നു. ലിസ്റ്റ് ചെയ്യുമ്പോഴേക്കും $1.50 മിനിമം റേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 150 രൂപ വില വരാം. ആ ഒരു കോയിനാണ് നമുക്ക് കിട്ടുന്നത്. 100 രൂപ, $1 ആണെങ്കിൽ പോലും 15 കോയിൻ ഡെയിലി കിട്ടിയാൽ ഒരു ദിവസത്തെ വരുമാനം 1,500 രൂപയാണ്. ഇന്നത്തെ വില നോക്കുമ്പോൾ 150 രൂപ ഉള്ളെങ്കിലും ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതാനും വലിയ താമസമില്ലാതെ തന്നെ ലിസ്റ്റിംഗ് കഴിയാൻ സാധ്യതയുണ്ട്. 6 മാസം കൊണ്ട് നമ്മുടെ മൈനിങ് കംപ്ലീറ്റ് ആകാനാണ് സാധ്യത. കാരണം ഇനി 6 മാസം കംപ്ലീറ്റ് അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇതിന്റെ മൈനിങ് പൂർത്തിയാകും. അങ്ങനെയാണെങ്കിൽ ഫ്രീ മൈനിങ്ങിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് 180 ദിവസമാണ് മുന്നിലുള്ളത്. 9 കോയിൻ വെച്ച് കൂട്ടിയാൽ 1,620 കോയിനെ മാക്സിമം കിട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും ഫ്രീ മൈനിങ്ങിൽ വരുന്ന ഒരാൾക്ക് കിട്ടാവുന്നത് 1,62,000 രൂപയായിരിക്കും ഫ്രീ ആയിട്ട് കിട്ടാവുന്നത്. നമ്മുടെ ഓപ്പർച്യൂണിറ്റിയിൽ ആകെ ഉള്ളത് 15 കോടിയാണ്. 6,40,00,000 പിന്നിട്ട് കഴിഞ്ഞു. 8,06,00,000 മാത്രമാണ് ബാക്കി ഉള്ളത്. ഓരോ സെക്കൻഡ് എഴുതുന്നതോറും അതിനുള്ള അവസരം കുറഞ്ഞു വരികയാണ്. ഇനി എങ്ങനെയൊക്കെ നമുക്കിവിടെ കോയിൻ ഏൺ ചെയ്യാം? ഒന്ന്, ഫ്രീ മൈനിങ്ങിലൂടെ നമ്മൾ മൈൻ ചെയ്യുന്ന ഓരോ 8 മണിക്കൂർ കൂടുമ്പോഴും മൈൻ ചെയ്ത് നമുക്ക് എടുക്കാം. 2, ആട്ടോ മൈനിങ്ങിൽ അല്ലെങ്കിൽ പെയ്ഡ് മൈനിങ്ങിൽ പങ്കെടുക്കാം. 3, റെഫർ ചെയ്തിട്ട് പുതിയ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാം. സ്റ്റേക്ക് റിവാർഡായിട്ട് വരുമാനം ഉണ്ടാക്കാം. ഒന്ന്, ഫ്രീ മൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം ഓരോ 8 മണിക്കൂർ കൂടുമ്പോഴും 3 ടോക്കൺ വീതമാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കിട്ടാവുന്ന പരമാവധി ടോക്കണിന്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. 9 ടോക്കൺ ആയിരിക്കും നമുക്ക് പരമാവധി കിട്ടാവുന്നത്. പെയ്ഡ് മൈനിങ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, തുച്ഛമായ തുകകൾ, ചെറിയ തുകകൾ മാറ്റിവെക്കണം, നിക്ഷേപമായി മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 1000-ഓ 2000-ഓ അല്ലെങ്കിൽ 2,500 രൂപ മതിയാവും. വലിയ എമൗണ്ടുകൾ, ലക്ഷങ്ങളോ കോടികളോ ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. വെറും 2,500 രൂപ ഫസ്റ്റ് പർച്ചേസിനെ സംബന്ധിച്ച് വെറും $25. ഇന്ന് ഡോളറിന്റെ വില 100 മുതൽ 102, 103 രൂപയൊക്കെയാണ് വില വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ശരാശരി 2,500 രൂപ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പർച്ചേസ് നടത്താം, അല്ലെങ്കിൽ ആട്ടോ മൈനിങ്ങിലേക്ക് പോകാം. നമ്മളൊരു ബോട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരാളെ നിയമിക്കുന്നതിന് തുല്യമാണ്. ആ ബോട്ട് നമുക്ക് വേണ്ടി മൈൻ ചെയ്തുകൊള്ളും. കൂടുതൽ കോയിൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്ക്, നേരത്തെ ഞാൻ പറഞ്ഞു പണം ഉണ്ടാകണം എന്നത് പോലും ഒരു ആഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കോയിൻ വേണമെന്നും ആഗ്രഹിക്കുന്ന നമ്മുടെ പണത്തോടുള്ള ആ താല്പര്യമാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് രണ്ടാമത് അല്ലെങ്കിൽ വീണ്ടും റീപർച്ചേസ് ചെയ്യണമെങ്കിൽ, അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ
ഓരോ അപ്ഗ്രേഡിനും $50 വീതം കൊടുക്കാം, അല്ലെങ്കിൽ 5000 രൂപ വീതം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓരോ മൈനിങ്ങിലും അല്ലെങ്കിൽ ഓരോ റീചാർജിലും 15 കോയിൻ വീതം ആട്ടോ മൈനിങ്ങിൽ സംഭവിക്കുന്നതാണ്. അപ്പോ ആദ്യത്തെ $25 ഒരു ആട്ടോ മൈനിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ തുടർന്നുള്ള 50ന്റെ മൾട്ടിപ്പിൾ എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോഴൊക്കെ 15 കോയിൻ എക്സ്ട്രാ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അതുകൂടാതെ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ പർച്ചേസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ആ തുകയുടെ ഇരട്ടി വരെ നമുക്കിവിടെ സ്റ്റേക്കിംഗ് റിവാർഡായിട്ടും കിട്ടുന്നുണ്ടാവും. ആട്ടോ മൈനിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ 8 മണിക്കൂറിലും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 3:51 അങ്ങനെയാണെങ്കിൽ അടുത്ത 8 മണിക്കൂർ കഴിഞ്ഞപ്പം 11:51 അടുത്ത സ്റ്റാർട്ടായി. അങ്ങനെ ഓരോ സമയങ്ങളിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഫ്രീ മൈനിങ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഓർക്കുന്നത് ആ ടൈമിൽ മാത്രമേ മൈനിങ് സ്റ്റാർട്ട് ആവുകയുള്ളൂ. പല പല സമയങ്ങളായിരിക്കും. ആദ്യം എടുത്തിരിക്കുന്ന 7:52 ആണ്. അടുത്ത് നോക്കുമ്പോൾ 8:41 ഏതാണ്ട് 13 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ 8 മണിക്കൂർ എന്നുള്ള ബാക്കി സമയങ്ങൾ ഇത്രയും നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കഴിവതും $25 കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആട്ടോ മൈനിങ്ങിലേക്ക് പോവുക, യാതൊരു വിധത്തിലും നഷ്ടം വരാതിരിക്കണമെങ്കിൽ. ഫ്രീ മൈനിങ്ങിനെ സംബന്ധിച്ച് ഒരു ദിവസം 9 ടോക്കൺ ആണ് കിട്ടുന്നത്. ഒരാഴ്ച കൊണ്ട് 63 ടോക്കൺ കിട്ടിയേക്കാം. ഒരു മാസം കൊണ്ട് 270. 6 മാസം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ, 6 മാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പീരീഡ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ചിലപ്പോൾ അതിനു മുമ്പേ അവസാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം കൂടുതൽ ആളുകൾ എത്തുകയും മൈനിങ് ഫാസ്റ്റ് ആവുകയും ചെയ്താൽ 6 മാസത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന മൈനിങ് അവസാനിച്ചു പോകും. അപ്പൊ മിനിമം 100 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 1,62,000 രൂപ ഉണ്ടാകും. അതേ സ്ഥാനത്ത് ആട്ടോ മൈനിങ്ങിലേക്ക് പോകുമ്പോൾ $25 അല്ലെങ്കിൽ റീപർച്ചേസ് ചെയ്യുമ്പോൾ $50 നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം. എത്രയാണെങ്കിലും 25 ആണെങ്കിലും 50 ആണെങ്കിലും 100 ആണെങ്കിലും 1000 ആണെങ്കിലും എത്ര ഡോളറിന് നമ്മൾ പർച്ചേസ് ചെയ്താലും അതിന്റെ മാക്സിമം 2x വരെ സ്റ്റേക്കിംഗ് റിവാർഡ് ലഭിക്കുന്നുണ്ടാകും. 25 വാങ്ങുന്ന ആളെ സംബന്ധിച്ച് 50 കിട്ടുന്നത് വരെ, 100നെ സംബന്ധിച്ച് 200 വരെ, 50നെ സംബന്ധിച്ച് 100 വരെ, 1000 ഇടുന്ന ആൾക്ക് 2000 വരെ. ഇങ്ങനെ സ്റ്റേക്ക് റിവാർഡ് നമ്മൾ എത്രന്റെ പാക്കേജ് ആണോ എടുത്തിരിക്കുന്നത് അതിന്റെ ഇരട്ടി ലഭിക്കുന്നത് വരെ മാക്സിമം 2x ഒരു 6 മുതൽ 8 മാസം കൊണ്ട് നമുക്ക് ആ തുക തിരികെ കിട്ടുന്നുണ്ടാകും. അപ്പൊ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക ഇരട്ടിയായി തിരികെ കിട്ടുകയും ചെയ്യും. ഒപ്പം ഇത്രയും കോയിൻ ഫ്രീ ആയിരിക്കുകയും ചെയ്യും. അതേസമയം ആട്ടോ മൈനിങ്ങിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഡെയിലി 15 ടോക്കൺ ആണ് കിട്ടുന്നത്. 15 ടോക്കൺ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ 105, ഒരു മാസത്തേക്ക് 450 ടോക്കൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 6 മാസം തുടർന്ന് ഇന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് ഒരുപക്ഷെ 6 മാസം വരെ കിട്ടിയേക്കാം. അങ്ങനെയാണ് ഒരു 2700 ടോക്കൺ. 100 രൂപയാണ് ഒരു ടോക്കൺ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കോയിൻ വരുന്നതെങ്കിൽ അവിടെ ഒരു 0 കുറഞ്ഞു വിട്ടുണ്ട്. 20 കറക്റ്റ് ആണ്. 2,70,000 വരെ വരാം. അതായത് വെറും $25 അല്ലെ 2,500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 5,000 രൂപ സ്റ്റേക്ക് റിവാർഡായിട്ട് ലഭിക്കുന്നുണ്ടാകും. കൂടാതെ ഫ്രീ ആയിട്ട് ഏതാണ്ട് 2,70,000 രൂപയുടെ ടോക്കൺ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാകും. 50ന്റെ പാക്കേജുകൾ 10 എണ്ണമെങ്കിലും എടുത്തിട്ട് റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോയി ഒരു 50ന്റെ പാക്കേജുകൾ 10 എണ്ണം എടുത്തിട്ട് അല്ലെ $500 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ 27 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ തീരുമാനമാണ്. 2 ലക്ഷം വേണോ, 27 ലക്ഷം വേണോ, 50 ലക്ഷം വേണോ എന്നുള്ളതൊക്കെ നമുക്ക് എത്ര കൂടുതൽ കോയിൻ കളക്ട് ചെയ്ത് വെക്കാൻ കഴിയുമോ അത്രയും കൂടുതൽ കളക്ട് ചെയ്ത് വെക്കുക. ഏതാണെങ്കിലും ഈ അവസരം 15 കോടി എത്തുന്നവരെ മാത്രമായിരിക്കും. ഇനി മൂന്നാമത്തെ വരുമാനം എന്ന് പറയുന്നത് റെഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു അവസരം എത്തിച്ചുകൊണ്ട് നമുക്ക് വരുമാനം നേടാം. കാരണം എന്ന് പറയുന്നത് നമ്മൾ ബിറ്റ്കോയിൻ വന്ന സമയത്ത് അല്ലെങ്കിൽ എതേറിയം വന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ അടുത്ത് പറഞ്ഞു തരാൻ ആളുണ്ടായില്ല. അഥവാ ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ആട്ടി ഓടിച്ചിട്ടുണ്ടാകും. കാരണം നമുക്ക് അതിനെ കുറിച്ച് അറിവില്ല. ഈ പറഞ്ഞ ആളിനും വ്യക്തമായി പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അതിന്റെ നിർദ്ദേശം തരാനോ നമുക്ക് പറഞ്ഞു തരാനുള്ള അറിവ് ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാശ് കിട്ടണമെന്ന് ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യകാലത്ത് ബിറ്റ്കോയിന്റെ മൈനിങ്ങിൽ പങ്കെടുത്തവർ ഇന്ന് 3 കോടിയൊക്കെ ഒരു ദിവസം ഏൺ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അന്ന് അവർക്ക് കിട്ടിയ അവസരം തന്നെയായിരുന്നു നമുക്കും ഉണ്ടായിരുന്നത്. പറഞ്ഞു തരാൻ ആളുണ്ടായില്ല. എന്നാൽ ഇന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമുക്ക് ലീഡേഴ്സ് ഉണ്ട്, ട്രെയിനിങ് സെഷനുകൾ ധാരാളമുണ്ട്, ബ്ലോക്ക് ചെയിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകളുണ്ട്, പല പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതൊന്നും സ്കൂളിൽ പഠിച്ചതല്ല നമ്മൾ.
എങ്ങനെയാണ് ഇതിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, പഠിപ്പിക്കുക? ഇത്തരത്തിലുള്ള സൂം മീറ്റിങ്ങുകളിൽ എത്തിച്ചാൽ മാത്രം മതി. റഫറൽ നമുക്ക് ഒരു ഇൻകം അഡീഷണൽ ആയിട്ട് തരുന്നുണ്ട്. അതായത് നമ്മൾ ആരെയെങ്കിലും ഒരാളെ ഇതിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ മറ്റൊരാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് കിട്ടുന്ന മൈനിങ് റിവാർഡ് അല്ലെങ്കിൽ മൈൻ ചെയ്തെടുക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിന്റെ 10% നമുക്കുള്ളതാണ്. അങ്ങനെ 10, 6 തുടങ്ങി താഴോട്ട് നമുക്ക് 2% വരെ കിട്ടാനുള്ള അവസരമാണുള്ളത്. 10ാമത്തെ ലെവലിൽ വരുമ്പോൾ 6%. അതായത് ഓരോരുത്തരും റെഫർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുമ്പോൾ, അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ എത്തി അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടാണ് ഇന്ന് ഈ 69,000-ലധികം ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് ഈ കാര്യങ്ങൾ മുൻകാലങ്ങളിൽ അറിവില്ലായിരുന്നെങ്കിൽ ഇന്ന് 70,000 പേരോളം എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം റെഫർ ചെയ്തുകൊണ്ടാണ്. വെറുതെ നമ്മൾ റെഫർ ചെയ്യേണ്ട, അവിടുന്ന് ഒരു റിവാർഡ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഇൻകം എന്ന് പറയുന്നത് പെയ്ഡ് മൈനിങ്ങിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ, അല്ലെ നമ്മൾ റെഫർ ചെയ്ത ആളുകൾ എത്രന്റെ പാക്കേജ് ആണോ പർച്ചേസ് ചെയ്യുന്നത്, ആ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിന്റെ 10% നമുക്ക് അർഹതപ്പെട്ടതാണ്. അവരാരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 5% കിട്ടും. അതിന് താഴെ 4, 3, 2, 1 ഇങ്ങനെ 10 ലെവലിലായിട്ട് വരുമാനം കിട്ടാനുള്ള അവസരം നമുക്കിവിടെ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആരെയാണോ റെഫർ ചെയ്തിരിക്കുന്നത് അവരിൽ നിന്നും 10%, ഇൻഡയറക്റ്റ് ആയിട്ട് വന്നതിനകത്ത് നിന്ന് മുതൽ 5 മുതൽ 1% വരെ ലഭിക്കാം. ഇത് അൺകണ്ടീഷണൽ ആണ്, യാതൊരു കണ്ടീഷൻസും ഇല്ല. ഈ 10 ലെവൽ ഇൻകം കിട്ടുന്നതിന് വേണ്ടി യാതൊരു കണ്ടീഷനും നിലവിലില്ല. എന്നാൽ ടയർ 1 എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ 11 മുതൽ 15 ലെവൽ വരെ ഇൻകം ലഭിക്കുന്നതിന് വേണ്ടി ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ മിനിമം പർച്ചേസ് $500 $25 കൂടെ ചേർന്ന് 520. അതായത് ഫസ്റ്റ് പർച്ചേസ് 25, അതിനുശേഷം 10 പാക്കേജുകൾ പർച്ചേസ് ചെയ്ത 525 ആയിരിക്കണം. 1 മുതൽ 3 ലെവലുകൾക്കുള്ളിൽ $5000 ബിസിനസ് നടന്നിരിക്കണം. ലെവലിനുള്ളിൽ $15,000 ബിസിനസ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 11 മുതൽ 15 ലെവൽ വരെയുള്ള ഇൻകം ഓപ്പൺ ആയി കിട്ടുന്നതാകും. അപ്പൊ നമുക്ക് 11 മുതൽ 15 ലെവൽ വരെ ഇൻകം കിട്ടാൻ വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ പർച്ചേസ് 525 ആയിരിക്കണം. 1 മുതൽ 3 ലെവലിനുള്ളിൽ $5000-ന്റെയും 10 ലെവലിനുള്ളിൽ $15,000-ന്റെയും ബിസിനസ് നടന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ 11 മുതൽ 15 ലെവൽ വരെയുള്ള ഇൻകം സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ടയർ 2 എന്ന് പറയുന്നത് 16 മുതൽ 20 ലെവൽ വരെയുള്ള വരുമാനം കിട്ടണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ പർച്ചേസ് 1000 + 25 1025 ആയിരിക്കണം. അതായത് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് 25, അതിനുശേഷം $1000 പർച്ചേസ് നടന്നിരിക്കണം. 1 മുതൽ 5 ലെവൽ വരെയുള്ളതിൽ $10,000 ബിസിനസ്സും 15 ലെവലിനുള്ളിൽ $30,000 ബിസിനസ്സും വന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ 16 മുതൽ 20 ലെവൽ വരെയുള്ള വരുമാനം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് 1 ലക്ഷം കോയിൻ കളക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് 2 രീതിയിലാണ്: മൈൻ ചെയ്തിട്ടോ റെഫർ ചെയ്തിട്ടോ നമുക്ക് ഏൺ ചെയ്യാം. മിനിമം 1 കോടി രൂപ ഉണ്ടാക്കാം. അപ്പൊ ഒരു കോടീശ്വരനാകണം എന്ന് ചിന്തിച്ചാൽ 1 കോടി രൂപ, കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ കോടിയെങ്കിലും 1 കോടിയെങ്കിലും ഉള്ള ആളായിരിക്കും. അപ്പൊ $1 ലക്ഷം 1 ലക്ഷം കോയിൻ നമ്മൾ കളക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, അത് റെഫർ ചെയ്തിട്ടാണെങ്കിലും മൈൻ ചെയ്തിട്ടാണെങ്കിലും 1 ലക്ഷം കോയിൻ കളക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിസ്സാരം $1 ആണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ആയാൽ പോലും 1 കോടി രൂപ ഉണ്ടാകും. നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ 2x വരെ സ്റ്റേക്കിംഗ് റിവാർഡ് കിട്ടുന്നുണ്ടാകും. എന്ന് നോക്കുകയാണെങ്കിൽ എന്റെ അക്കൗണ്ട് നിലവിൽ ആട്ടോയിലാണ്, അല്ലെങ്കിൽ ആട്ടോ മൈനിങ്ങിലാണുള്ളത്. ഒരു ദിവസം 279 കോയിനാണ് കിട്ടുന്നത്. മൊത്തത്തിൽ 24,600 മുകളിൽ, അല്ലെങ്കിൽ 25,000-ഓളം കോയിന് നിലവിൽ വന്നിട്ടുണ്ട്. കണക്കൂട്ടുകയാണെങ്കിൽ 25 ലക്ഷം രൂപയോളം ബിസിനസ്, അല്ലെങ്കിൽ 25 ലക്ഷം രൂപയോളം വരുമാനത്തിനുള്ള എലിജിബിലിറ്റി ആയിട്ടുണ്ട് എന്ന് പറയാം. അതുകൂടാതെ കോമ്പൗണ്ടിങ്ങിന് പവർ എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പൊ 25 ബാക്കി എടുത്തു, അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ എപ്പോഴാണോ നമുക്കൊരു $50 വാങ്ങാനുള്ള, അല്ലെങ്കിൽ 5000 രൂപ കയ്യിൽ വരുന്നത്, ആ സമയത്ത് നമുക്ക് വാങ്ങാം. വീണ്ടും എന്ത് ചെയ്യാം? അടുത്ത 50 വാങ്ങാം. ഇങ്ങനെ പല സമയങ്ങളിലായിട്ട് വാങ്ങിയാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. $1025 പാക്കേജ് ഒന്നിച്ചോ പലപ്പോഴോ എപ്പോഴോട്ടാണോ വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒന്നിച്ച് വാങ്ങാനായിട്ട് ഒരിക്കലും നമ്മൾ പറയുന്നില്ല, സജസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ 315 ടോക്കൺ ആയിരിക്കും ഡെയിലി കിട്ടുക. അതിന്റെ 75% സ്റ്റേക്കിങ്ങിലേക്ക് പോകുന്നത്. സ്റ്റേക്കിംഗ് റിവാർഡ് ഒരു ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ മാസം വളരെ കുറവായിരിക്കും. കാരണം എന്താണ്? മൈൻ ചെയ്ത് കിട്ടുന്ന കോയിനുകളുടെ എണ്ണം കുറവായിരിക്കും.
അത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഒരു മാസം ശരാശരി ഒരു 2700 രൂപയ്ക്ക് മുകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ആദ്യത്തെ ഒരു മാസം. അതായത് 1,02,500 രൂപയാണ് മുടക്കേണ്ടി വരുന്നത്. 1,02,500 രൂപ അല്ലെങ്കിൽ $1025 മുടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആദ്യത്തെ മാസം ലഭിക്കുന്ന 2,700 രൂപ ആ റേഞ്ചിലായിരിക്കും. രണ്ടാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് 8,000 രൂപയ്ക്ക് മുകളിലേക്ക് എത്തുന്നുണ്ടാവും ആ മാസം മാത്രം. മൂന്നാമത്തെ മാസം ആകുമ്പോഴത്തേക്കും 13,000 രൂപയ്ക്ക് മുകളിലായിട്ടുണ്ടാവും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6 മാസം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ ഇരട്ടിയോളം തിരികെ ലഭിക്കും. അതായത് സ്റ്റേക്കിംഗ് റിവാർഡായിട്ട് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഇരട്ടിയോളം 1025 ഒരാളെ സംബന്ധിച്ച് $2,080 കിട്ടുന്നവരെ പ്രോഫിറ്റ് ഉണ്ടാകും. നമുക്ക് മൈൻ ചെയ്തെടുക്കുന്ന കോയിനും അതുപോലെ തന്നെ റെഫർ ചെയ്ത് കിട്ടുന്നതും സ്റ്റേക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. 0.5 വെച്ചായിരിക്കും കിട്ടുക സ്റ്റേക്ക് റിവാർഡ്. 2x കിട്ടുന്നവരെ മാത്രമാണ് നമ്മുടെ വരുമാനം ഉണ്ടാകുന്നത്. അത് USDT ആയിട്ട് തന്നെ വിഡ്രോ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതുകൂടാതെ നമുക്ക് വരാൻ പോകുന്ന അപ്കമിങ് പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് ക്രിപ്റ്റോ വാലറ്റ് ആണ്. അതായത് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് പോലെ, മെറ്റാമാസ്ക് പോലെ, ടോക്കൺ പോക്കറ്റ് പോലെ, അല്ലെ സേഫ്പാൽ പോലെയുള്ളൊരു വാലറ്റ്. ഈ വാലറ്റുകളുടെ പ്രത്യേകത നമുക്കവിടെ KYC ഇല്ലാതെ തന്നെ ക്രിപ്റ്റോകൾ വാങ്ങി സൂക്ഷിക്കാം. ഏത് ക്രിപ്റ്റോയും നമ്മുടെ വാലറ്റുകളിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിക്കാം. USDT ആയിട്ടോ മറ്റു കോയിനുകളായിട്ടോ വാങ്ങി സൂക്ഷിക്കാം. അത്തരത്തിലുള്ള വാലറ്റ് വരുന്നത് നമ്മുടെ LMXന്റെ ലിറ്റ്മസിന്റെ ഓൺ വാലറ്റ് ആണ് വരുന്നത്. ലിറ്റ്മസ് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് എന്നുള്ള പേരിൽ തന്നെ ആയിരിക്കും വരിക. അതായത് മറ്റു വാലറ്റുകളിൽ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെയ്യാനുള്ള അവസരമുണ്ട്. മറ്റൊന്ന് നമ്മുടെ ക്രിപ്റ്റോ ATM കാർഡാണ്. അതിന്റെ പ്രത്യേകത ഏകദേശം 180-ലധികം രാജ്യങ്ങൾ, 120 പറഞ്ഞത് 180-ലധികം രാജ്യങ്ങളിൽ അതാത് രാജ്യത്തെ കറൻസി ഉപയോഗിച്ച് നമുക്ക് ATM-ൽ നിന്നോ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനോ ATM കാർഡ് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ, അതായത് മാസ്റ്റർ കാർഡ്, വിസ കാർഡും ഒക്കെ എവിടെയാണോ ഉപയോഗിക്കാൻ കഴിയുന്നത് അതേ സ്ഥലത്ത് ഇവിടെ ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റ് കാർഡുകൾ ഇല്ലാത്തൊരു പ്ലസ് പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് 30ഓളം രാജ്യങ്ങൾ, ഇന്ത്യ അടക്കം 30ഓളം രാജ്യങ്ങളിൽ INR ലോഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതാത് രാജ്യത്തെ കറൻസി ലോഡ് ചെയ്തുകൊണ്ട് USDT വാങ്ങാൻ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് USDT വാങ്ങലും വിൽക്കലുമാണ്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ കയ്യിലുള്ള കാർഡിലേക്ക് INR അല്ലെങ്കിൽ അതാത് രാജ്യത്തെ കറൻസി ലോഡ് ചെയ്തുകൊണ്ട് USDT വാങ്ങാനും വിൽക്കാനുമുള്ള അവസരമുണ്ട്. വിസ കാർഡാണ് വരുന്നത്. ഈ കാർഡിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് വരുന്നത് ഗോവയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഗോവയിൽ നടക്കുന്ന ഈവന്റിൽ പങ്കെടുക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ഈ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ $3,025 ബിസിനസ് സ്വന്തമായി ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയോ ചെയ്താൽ മതി. പേഴ്സണലായിട്ട് $3,025 പർച്ചേസ് ചെയ്യുകയോ അതല്ലെങ്കിൽ $3,025 ബിസിനസ് ചെയ്യുകയോ ചെയ്താൽ, ഡയറക്റ്റ് ബിസിനസ് ചെയ്യുകയോ ചെയ്താൽ ഇന്റർനാഷണലിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണൽ പേയ്മെന്റ് കാർഡിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങിൽ നമുക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകും. ഈ ഓഫർ 31-ാം തീയതി വരെ മാത്രമാണുള്ളത്. ഇനി 10 ദിവസം കൂടെ ഉണ്ട്. മാക്സിമം ആളുകൾ അതിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഹരിസാർ അടക്കം, ഹരിസാറാണ് അതിൽ ആദ്യമായിട്ട്, കാരണം ഏത് കാര്യത്തിലും അദ്ദേഹം മുൻപന്തിയിലാണ്. അദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മാത്രമല്ല ധാരാളം ആളുകൾ, ഞാൻ എല്ലാവരുടെയും ഫോട്ടോ ആഡ് ചെയ്തിട്ടില്ല, കാരണം ആരുടെയെങ്കിലും ഫോട്ടോ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ധാരാളം ആളുടെ ഫോട്ടോ വിട്ടുപോയിട്ടുണ്ട്. എല്ലാവരെയും കൂടെ നമുക്ക് ഫോട്ടോ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ചുപേരുടെ ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരുകൾ വായിച്ച് സമയം കളയുന്നില്ല. ധാരാളം ആളുകൾ $3,025 ബിസിനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്വന്തമായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഗോവ ട്രിപ്പിൽ അല്ലെങ്കിൽ ഗോവയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ നടക്കുന്ന കാർഡിന്റെ ലോഞ്ചിങ്ങിൽ, അതിന്റെ ഇന്റർനാഷണൽ ലോഞ്ചിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരമാണുള്ളത്. കാരണം ഇനിയും ധാരാളം ആളുകളുടെ ഫോട്ടോസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ധാരാളം ആളുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എന്തായാലും ഈ ഒരു ഈവന്റിലേക്ക് അച്ചീവ് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, ആരുടെ പേരെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്, എല്ലാ ആളുകൾക്കും ഒരു ബെസ്റ്റ് വിഷസ് ആശംസിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ മറ്റൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ചെയിൻ ലോട്ടറിയാണ്. ആളുടേത് ലൈവാണ്. $1 ലോട്ടറിയിൽ പങ്കെടുക്കാനുള്ള അവസരം എന്ന് പറയുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 100 ലോട്ടറി അല്ലെങ്കിൽ 100 ടിക്കറ്റുകൾ വിറ്റ് പോയി കഴിയുമ്പോൾ, എപ്പോഴാണോ 100 ടിക്കറ്റ് 24 മണിക്കൂറിനകം എത്തുന്നത് ആ സമയത്ത് അത് തനിയെ ഡ്രോ ആയിക്കോളും. പ്രൈസ് അതാ അവരവരുടെ വാലറ്റിലേക്ക് അപ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ആവുകയും ചെയ്യും. ഓരോരുത്തരും മാക്സിമം LMS കോയിൻ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഫ്രീ മൈനിങ്ങിലാണെങ്കിലും പെയ്ഡ് മൈനിങ്ങിലാണെങ്കിലും റെഫർ ചെയ്തിട്ടാണെങ്കിലും ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ബിക്കം എ ക്രോർപതി. നമുക്ക് കോടീശ്വരനാകാനുള്ള അവസരം, ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആഗ്രഹം അവരവരുടേതാണ്. ഇവിടെ ആരും ആരെയും കമ്പൽ ചെയ്യാൻ കഴിയില്ല. അവരവരുടെ ആഗ്രഹം അനുസരിച്ച്, ഇപ്പൊ എനിക്ക്
സാമ്പത്തികമായി ഉന്നതിയിലെത്തണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഉയരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആരുമായിട്ട് യാതൊരു കടബാധ്യതയുള്ള കാര്യങ്ങളും ഇല്ല. എന്നാൽ 5 വർഷം മുമ്പ് 50 ലക്ഷം രൂപയിലധികം കടമുണ്ടായിരുന്ന വ്യക്തിയാണ് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് മാറിയത്. അപ്പൊ പണം ഉണ്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നിലയിൽ ചിന്തിച്ചതുകൊണ്ട് ഇന്ന് ഈ ഒരു ലെവലിൽ എത്താൻ കഴിഞ്ഞു. അപ്പോ അതിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് വിജയത്തിന്റെ രഹസ്യം പരിശീലനമാണ്. കാരണം ഇത്തരത്തിലുള്ള സൂം മീറ്റിങ്ങുകൾ, അത് എന്റേത് മാത്രമൊന്നുമല്ല, എവിടെ ആരുടെ മീറ്റിങ്ങുകൾ കേട്ടാലും നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക്, ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. ഒരു ചെറിയ സ്പാർക്ക് മാത്രം കിട്ടിയാൽ മതി, ബാക്കിയുള്ളത് അവിടെ നിന്ന് നമ്മളുടെ തനിയെ ഡെവലപ്പ് ആയിക്കോളും. അപ്പൊ പണം ഉണ്ടാകണമെങ്കിലും പരിശീലനം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും ഒരുപക്ഷെ അൽസാറായിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഒക്കെ സൂമുകളായിരിക്കാം. എല്ലാ ദിവസങ്ങളിലും നമ്മുടെ LMS സംബന്ധിച്ച് സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ ലിങ്കുകൾ മേടിക്കുക, കയറുക, കൂടുതൽ കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. കാരണം എല്ലാ കാര്യങ്ങളും ഒരു ദിവസത്തെ സൂമിലോ അല്ലെങ്കിൽ കാര്യങ്ങളിലോ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. നമ്മുടെ വിജയം നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മുടെ വിജയം മറ്റാർക്കും അവകാശപ്പെട്ടല്ല, മറ്റൊരാൾക്കും അത് ചെയ്തു തരാനും കഴിയില്ല. അപ്പൊ കൂടുതൽ എല്ലാ